ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു ലെസണാണ്. ദി ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻ സിയഗ് എന്നാണ് ഈ ഒരു ലെസൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ ആയി പോകാതിരിക്കാനാണ് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. കുറച്ച് ചിൽഡ്രൻസ് അവർക്ക് ഒരു ധാന്യമണി കിട്ടുകയാണ്. അതിന് ഒരു കോഴിമുട്ടയോളം വലിപ്പമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇതിങ്ങനെ കയ്യിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ട്രാവലർ ഇവരെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ധാന്യം കണ്ടിട്ട് ഈ കുട്ടികൾക്ക് തുച്ഛമായ ഒരു പണം നൽകിയിട്ട് ഇത് വാങ്ങുകയാണ്. അങ്ങനെ ഇത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്, ധാന്യമണിക്കൊന്നും അത്ര വലിപ്പം ഉണ്ടാവില്ല, കുഞ്ഞിതായിരിക്കില്ലേ. പക്ഷേ ഇത് കോഴിമുട്ടയോളം വലിപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഇത് രാജാവിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഈ ഒരു സാധനം ധാന്യം തന്നെയാണോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ജനലിൻ്റെ അരികിൽ ഇങ്ങനെ വെച്ച സമയത്ത് ഒരു കോഴി വന്നിട്ട് ഇത് കൊത്തുന്നുണ്ട്. അങ്ങനെ കൊത്തി ഒരു ഹോൾ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇത് ധാന്യം തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ രാജാവ് കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരോട് പറയുകയാണ്. കൊട്ടാരമാണ്, അപ്പോൾ പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം വൈസ്മാനോട് പറയുകയാണ് ഈ ഒരു ധാന്യമണി എവിടെയാണ് ഉണ്ടാവുന്നത്, വളരുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയാണ്. അങ്ങനെ ഈ പണ്ഡിതന്മാരെ അവർ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. അവർ പഠിച്ചിട്ടുള്ള ബുക്കുകളിലൊക്കെ അവർ സെർച്ച് ചെയ്തു, പക്ഷേ അവർക്ക് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ രാജാവിനോട് വന്ന് പറയാണ്, അങ്ങേക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു ഉത്തരവും ഇല്ല. ഇത് എവിടെ നിന്നാണ് വന്നത്, എവിടെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത് ഒന്നും ഞങ്ങൾക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഇവർ രാജാവിനോട് പറയാണ്, ഇത് നമ്മളുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തെ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള കർഷകരുണ്ടാവുമല്ലോ, പെസൻസ്, അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ രാജാവ് ഉത്തരവിടുകയാണ് ഏറ്റവും പ്രായം ചെന്ന കർഷകരുണ്ടല്ലോ, കർഷകനെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഉള്ള കർഷകർക്ക് അറിയില്ലെങ്കിലും ഫോർ ഫാദേഴ്സിന് അറിയുണ്ടാവുമല്ലോ, അതായത് പഴയ കർഷകർക്ക്. അതുകൊണ്ടാണ് രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടത്. അങ്ങനെ രാജാവിൻ്റെ മുൻപിൽ അങ്ങനെ ഒരു അത്രയും നല്ല ഓൾഡായിട്ടുള്ള ഒരാളെ കൊണ്ടുവരികയാണ്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ്, ഒരു ഊന്നുവടിയൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെയോ ആണ് നടന്ന് രാജാവിൻ്റെ മുൻപിൽ എത്തുന്നത്. അപ്പം ഇതെവിടെയാണ് ഉണ്ടാവുന്നത്, ഇത്തരത്തിലൊരു ധാന്യമണി കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് വിതച്ചിട്ടുണ്ടോ കൊയ്തിട്ടുണ്ടോ എന്നൊക്കെ രാജാവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇത്തരത്തിലൊരു ധാന്യമണി വിതച്ചിട്ടും കൊയ്തിട്ടും ഒന്നുമില്ല, എൻ്റെ കാലത്ത് എന്താണ് ബാർട്ടർ സമ്പ്രദായം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ ഒരു കർഷകനുണ്ടല്ലോ, ഈ കർഷകൻ പറയാണ്, ഒരുപക്ഷെ എൻ്റെ അച്ഛൻ, അതായത് ഈ ഓൾഡ് ആയിട്ടുള്ള ഈ ഒരു പെസൻറ്റിൻ്റെ, ഈ ഒരു ഫാർമറിൻ്റെ അച്ഛൻ ഒരു പക്ഷേ അറിയാമായിരിക്കാം എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹത്തെ കൂട്ടി വരികയാണ്. അദ്ദേഹം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ബെറ്ററാണ്, അദ്ദേഹത്തിന് ഇദ്ദേഹത്തെക്കാൾ കണ്ണ് കാണാം, അതേപോലെ ചെവി കേൾക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, എൻ്റെ കാലത്ത് ഇപ്പോഴത്തെ കാലത്തുള്ള ധാന്യമണിയേക്കാളും ധാന്യമണികൾക്ക് വലിപ്പം കൂടുതലുണ്ടായിരുന്നു. അത് പൊടിച്ചാൽ അതിന് കൂടുതൽ പൊടിയും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ഇത് ഞാൻ കൊയ്യോ വിതയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. സോ അത്ര വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. I have heard my father say that in his time the grain grew larger and yielded more flour. അപ്പം ആദ്യം വന്ന ഓൾഡ് മാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് ചോദിക്കാൻ. അപ്പം അവർക്ക് അറിയുണ്ടായിരുന്നില്ല ഈ ധാന്യമണി എവിടെയാണ് ഗ്രോ ചെയ്യുന്നതെന്ന്. അപ്പം രണ്ടാമത് വന്ന ഓൾഡ് മാൻ പറയാണ് അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് ചോദിക്കാൻ. അത് കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സമയത്ത് ഈ ധാന്യങ്ങളൊക്കെ കുറച്ചും കൂടി വലിപ്പമുള്ളതായിരുന്നു. അത് മാത്രമല്ല എന്താണ്, ആൻഡ് yielded more flour, കൂടുതൽ പൊടി ആ ഒരു ധാന്യം പൊടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാറുമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം കേട്ടിട്ടുണ്ട്. യു ഹാഡ് ബെറ്റർ ആസ്ക് ഹിം. അപ്പോൾ രാജാവിനോട് പറയാണ്, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയുണ്ടാവും എന്ന് പറയാണ്. നോക്കാം. സോ ദ കിങ് സെൻഡ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ. അപ്പോൾ ആദ്യം ഒരു ഓൾഡ് മാൻ വന്നു, അദ്ദേഹത്തിൻ്റെ ഫാദർ വന്നു, ഇനി വരാൻ പോകുന്നത് മൂന്നാമത്തെ തലമുറയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വന്നത് ഇപ്പോൾ വരാൻ പോകുന്ന ആളുടെ ഗ്രാൻഡ് സൺ ആണ്, പിന്നെ മകൻ വന്നു, ഇപ്പോൾ ആ ഫാദറാണ് വരാൻ പോകുന്നത്. അപ്പം ആ ഒരു ഓൾഡ് മാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
പറയുകയാണ്, രാജാവ് ഉത്തരവിട്ടു. സോ ദ കിങ് സെൻഡ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ. അപ്പോൾ ആൾക്കാരെ അയച്ചു ആ ഒരു ഓൾഡ് മാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദേ ഫൗണ്ട് ഹിം ആൻഡ് ബ്രോഡ് ഹിം ബിഫോർ ദ കിങ്. അപ്പം അയച്ച ആളുകളുണ്ടല്ലോ, അവർ ഇദ്ദേഹത്തെ കണ്ടെത്തി അങ്ങനെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. ഹീ എൻറ്റേർഡ് വാക്കിംഗ് ഈസിലി ആൻഡ് വിത്തൗട്ട് ക്രച്ചസ്. അപ്പം അദ്ദേഹം എന്താണ്, ഈസി ആയിട്ട് നടന്നു വരികയാണ്. അത്രയും പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകനും ഗ്രാൻഡ് സണ്ണും വന്നിട്ടുണ്ട്. ഗ്രാൻഡ് സൺ വന്ന സമയത്ത് 2 ഊന്നുവടിയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ആണ് നടന്ന് കൊട്ടാരത്തിൽ എത്തുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഒരു ക്രച്ചസേ ഉണ്ടായിരുന്നുള്ളൂ. കാഴ്ചയും കേൾവിയൊക്കെ മകനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷേ ഇപ്പം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ വരെയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്, നല്ല കൂളായിട്ടാണ് നടന്നു വരുന്നത്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല, ക്രച്ചസ് ഒന്നുമില്ല, ഊന്നുവടിയൊന്നും ഇല്ല. അത് ഈസി ആയിട്ടാണ് അദ്ദേഹം നടന്നു വരുന്നത്. ഹിസ് ഐസ് വർ ക്ലിയർ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളും കാഴ്ചയും സൂപ്പറാണ്. കാഴ്ചയും നന്നായിട്ട് കാണാൻ പറ്റുന്ന ആളാണ്. ഹിസ് ഹിയറിങ് ഗുഡ്. നന്നായിട്ട് കേൾക്കാനും പറ്റും. ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി. അതായത് വളരെ വ്യക്തമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. സാധാരണ അങ്ങനെയാണോ വേണ്ടത്? ഏറ്റവും പ്രായമുള്ള ആളുകളാണ് മോശം അവസ്ഥയിൽ ഉണ്ടാവുക അല്ലേ? പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. നമുക്ക് നോക്കാം. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ആൻഡ് ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് ടേൺഡ് ഇറ്റ് അബൌട്ട് ഇൻ ഹേഴ്സ് ഹാൻഡ്. അപ്പം രാജാവ് എന്ത് ചെയ്തു, ഈ ഒരു ഗ്രെയിൻ അദ്ദേഹത്തിനെ കാണിച്ചു. അപ്പോൾ ആ ഓൾഡ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, അതിലേക്ക് ഇങ്ങനെ നോക്കി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നോക്കി. ഇറ്റ് ഈസ് ലോങ് സിൻസ് ഐ സോ സച്ച് എ ഫൈൻ ഗ്രെയിൻ. ഒരുപാട് കാലമായി ഞാൻ ഇത്രയും നല്ലൊരു ഗ്രെയിൻ കണ്ടിട്ട്. സെഡ് ഹി ആൻഡ് ഹി ബിറ്റ് എ പീസ് ഓഫ് ആൻഡ് ടേസ്റ്റഡ് ഇറ്റ്. അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ നുള്ളിയെടുത്തു. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇറ്റ് ഈസ് എ വെരി സെയിം കൈൻഡ് ഹി ആഡഡ്. അപ്പം അദ്ദേഹം ഇതിൻ്റെ കൂടെ പറയാണ്, അത് തന്നെയാണ് എന്ന് പറയാണ്. അപ്പം ഇദ്ദേഹത്തിന് അറിയുണ്ടാവും അല്ലേ ഇതെന്താണെന്ന്. അപ്പം നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ദ കോൺ എന്നാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്, ധാന്യം. ടെൽ മീ ഗ്രാൻഡ് ഫാദർ ബിഗാൻ ദ കിങ് വെൻ ആൻഡ് വേർ വാസ് സച്ച് കോൺ ഗ്രോൺ. അപ്പം ഈ ഗ്രാൻഡ് ഫാദറിനോട് കിങ് പറയാണ്, എന്നോട് പറയൂ, വെൻ ആൻഡ് വേർ, എങ്ങനെയാണ്, എവിടെയാണ്, വാസ് സച്ച് കോൺ ഗ്രോൺ, ഈ ഇത്തരത്തിലുള്ള ധാന്യം ഉണ്ടായിട്ടുള്ളത്, വളരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഹാവ് യു എവർ ബോട്ട് എനി ലൈക്ക് ഇറ്റ് ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്. ഇത്തരത്തിലുള്ള ധാന്യം നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ എന്താണ് വിതച്ചിട്ടുണ്ടോ? ആൻഡ് ദ ഓൾഡ് മാൻ റിപ്ലൈഡ്. അപ്പോൾ ഓൾഡ് മാൻ മറുപടി പറയാണ്. എന്താ പറയുന്നത് നോക്കാം. കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ എവറിവെയർ ഇൻ മൈ ടൈം. അപ്പം അദ്ദേഹം കൃഷി ചെയ്തിരുന്ന സമയത്ത്, കർഷകനായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോണുകളാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ വിതയ്ക്കാനും കൊയ്യാനും ഒക്കെ. ഐ ലീവ്ഡ് ഓൺ കോൺ ലൈക്ക് ദിസ് ഇൻ ദ ഡേയ്സ് ഓഫ് മൈ യൂത്ത് ആൻഡ് ഫെഡ് അതേഴ്സ് ഓൺ ഇറ്റ്. അപ്പം ഇദ്ദേഹം ഈ ഒരു യുവാവായിരുന്ന സമയത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ ഇത്തരത്തിലുള്ള ധാന്യമാണ് അവർ കൃഷി ചെയ്തിരുന്നതും മറ്റുള്ളവർക്ക് ആഹാരമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതും എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രെയിൻ ദാറ്റ് വി യൂസ്ഡ് ടു സോ റീപ്പ് ആൻഡ് ത്രഷ്. അപ്പം ഇതാണ് ഇത്തരത്തിലുള്ള ഗ്രെയിൻസാണ് ഞങ്ങൾ എന്താണ് സോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, വിതയ്ക്കുക. റീപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്യുക. ത്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെതിക്കുക. മെതിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാന്യമണി അതിൻ്റെ ചെടിയിൽ നിന്ന് സെപ്പറേറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാന്യം യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വിതയ്ക്കുകയും കൊയ്യുകയും അതേപോലെ എന്താണ് മെതിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഇത്രയും വലുപ്പമുള്ള മണികളായിരുന്നു ഉണ്ടാവുന്നത്. ആൻഡ് ദ കിങ് ആസ്ഡ്. അപ്പം കിങ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ടെൽ മീ ഗ്രാൻഡ് ഫാദർ, ഡിഡ് യു ബൈ ഇറ്റ് എനിവർ ഓർ ഡിഡ് യു ഗ്രോ ഇറ്റ് ഓൾ യുവർ സെൽഫ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, രാജാവ് പറയാണ്, ടെൽ മീ ഗ്രാൻഡ് ഫാദർ, എന്നോട് പറയൂ, ഡിഡ് യു ബൈ ഇറ്റ് എനിവർ, നിങ്ങളിത് എവിടെ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടോ, ഓർ ഡിഡ് യു ഗ്രോ ഇറ്റ് ഓൾ യുവർ സെൽഫ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ ഇത്തരത്തിലുള്ള ധാന്യം വളർത്തി എടുത്തത് എന്ന് ചോദിക്കുകയാണ്. ദ ഓൾഡ് മാൻ സ്മൈൽഡ്. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ പുഞ്ചിരിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്, ഇൻ മൈ ടൈം ഹി ആൻസേർഡ്. അപ്പം അദ്ദേഹം ഉത്തരം
തുടങ്ങുകയാണ്. എൻ്റെ കാലഘട്ടത്തിൽ നോ വൺ എവർ തോട്ട് ഓഫ് സച്ച് എ സിൻ ആസ് ബൈയിങ് ഓർ സെല്ലിങ് ബ്രെഡ്. അപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിൽ ആരും ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യില്ല അത്തരത്തിലുള്ള ഒരു പാപത്തെക്കുറിച്ച്. സിൻ എന്ന് പറഞ്ഞാൽ പാപം. എന്താണ് ഇവിടെ സിന്നാണെന്ന് പറയുന്നത്, പാപമാണെന്ന് പറയുന്നത്? ബൈയിങ് ഓർ സെല്ലിങ് ബ്രെഡ്, അതായത് ആഹാരം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുക എന്നുള്ള ഒരു പാപത്തെക്കുറിച്ച് ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ആരും ചിന്തിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ആൻഡ് വി ന്യൂ നത്തിങ് ഓഫ് മണി. അതുമാത്രമല്ല, ഞങ്ങൾക്ക് പണത്തെക്കുറിച്ച് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. അതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യത്തെ പോലും കുറിച്ച് അവർക്ക് അറിയുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ആഹാരം അവർ ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. അപ്പോൾ എന്താണ് കാരണം? എല്ലാവർക്കും തന്നെ അവരവർക്ക് കഴിക്കാനുള്ള ധാന്യം അവരുടെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ അവർക്ക് വരുന്നില്ല. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അവർ പരസ്പരം ഷെയർ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. Then tell me, grandfather asked the king, where was your field? Where did you grow corn like this? അപ്പോൾ രാജാവ് വീണ്ടും പറയാണ്, എന്നോട് പറയൂ. എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്? ആസ്ക് ദ കിങ് ചോദിക്കുകയാണ്, വേർ വാസ് യുവർ ഫീൽഡ്? നിങ്ങളുടെ ഫീൽഡ്, പാടം എവിടെയാണ്? വേർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്? എവിടെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ധാന്യം ഉണ്ടാക്കിയെടുക്കുന്നത്? ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ആൻസേർഡ്, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. അപ്പം ഗ്രാൻഡ് ഫാദർ എന്താ ആൻസർ ചെയ്തത്? എൻ്റെ പാടം അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭൂമിയാണ്. wherever I plowed it was my field. എവിടെയാണോ ഞാൻ കിളയ്ക്കുന്നത് അതാണ് എൻ്റെ ഫീൽഡ്. പ്ലൗഡ് മീൻസ് കിളയ്ക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ, അതാണ് കിളയ്ക്കുന്നത്. അത് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു കിളയ്ക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലത്തെ പോലെ ട്രാക്ടറൊന്നും യൂസ് ചെയ്തിട്ടല്ല. അപ്പം എവിടെയാണോ ഞാൻ കിളയ്ക്കുന്നത് അതാണ് എൻ്റെ ഭൂമി എന്ന് അല്ലെങ്കിൽ ഫീൽഡ് എന്നാണ് പറയുന്നത്. ലാൻഡ് വാസ് ഫ്രീ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, ഓരോരുത്തരും ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തി നമ്മളുടെ പേരിലാക്കിയ ഭൂമിയാണ് ഉണ്ടാവുക. ഓരോരുത്തർക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവും. അതിലാണ് നമ്മൾ വീട് വെക്കുകയും കൃഷി ചെയ്യുകയും ഇനി കടയാണെങ്കിലും ഒക്കെ എല്ലാത്തിനും രേഖകളുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം. അത് എവിടെയാണോ ഉഴുതു മറിക്കുന്നത് അല്ലെങ്കിൽ കിളയ്ക്കുന്നത് അതാണ് അവരുടെ കൃഷിസ്ഥലം എന്ന് പറയുന്നത്. അതാരും ചോദ്യം ചെയ്യാനും ഒന്നും വരില്ല. കാരണം ഈ ഭൂമി എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അതിൽ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം പോലെ അല്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാൻഡ് വാസ് ഫ്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ. അതുകൊണ്ട് തന്നെ എന്താണ്, ആരും പറയില്ല ഇത് എൻ്റെതാണ്. അപ്പം എന്നാൽ ആരും പറയില്ല ഈ ഭൂമി എൻ്റെതാണ്, ഇത്രയും സ്ഥലം എൻ്റെതാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി ആർക്കും വെക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. ലേബർ വാസ് ദ ഓൺലി തിങ് മാൻ കോൾഡ് ദെയർ ഓൺ. അധ്വാനം, ലേബർ എന്ന് പറഞ്ഞാൽ അധ്വാനം മാത്രമാണ് മനുഷ്യൻ്റെ സ്വന്തമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആൻസർ മീ 2 more questions said the king. അപ്പോൾ കിങ് പറയാണ്, 2 ചോദ്യത്തിനു കൂടെ എനിക്ക് ആൻസർ തരണം. The first is, why did the earth bear such grain then and has ceased to do so now? എന്തുകൊണ്ടാണ് എർത്ത് നിങ്ങളുടെ കാലത്ത് അത്തരത്തിലുള്ള വലിയ ഗ്രെയിൻസും ഞങ്ങളുടെ കാലത്ത് എത്തിയപ്പോഴത്തേക്ക് ചെറിയ ഗ്രെയിൻസ് ആയിപ്പോയി അല്ലേ? അപ്പോൾ അതിൻ്റെ വളർച്ച, സീസ്ഡ് മീൻസ് വളർച്ച, അതായത് സ്റ്റോപ്പായി, അതായത് വളർച്ച കുറഞ്ഞു പോയതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് എർത്ത് അത്തരത്തിലുള്ള വലിയ ഗ്രെയിൻസ് നിങ്ങളുടെ കാലത്തും ഞങ്ങളുടെ കാലത്ത് എത്തിയപ്പോഴത്തേക്ക് അതെന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെറുതായി പോയതെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഈസ്, രണ്ടാമത്തത്, വൈ ഡസ് യുവർ ഗ്രാൻഡ് സൺ വാക്ക് വിത്ത് 2 crutches? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണ് 2 ഊന്നുവടിയും കൊണ്ട് നടക്കുന്നത്? യുവർ സൺ വിത്ത് 1, നിങ്ങളുടെ മകന് 1 ഊന്നുവടിയാണ്. ആൻഡ് യു യുവർ സെൽഫ് വിത്ത് നൺ, പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ 1 ഊന്നുവടിയും ഇല്ല. അതായത് ഈ ഓൾഡ് മാൻ്റെ ഗ്രാൻഡ് സണ്ണ് 2 crutches, 2 ഊന്നുവടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് 1 ഊന്നുവടി ഉണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ 1 ഊന്നുവടിയും ഇല്ല. അദ്ദേഹം നല്ല കൂളായിട്ട് ഈസി ആയിട്ടാണ് നടക്കുന്നത്. അതൊക്കെ എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ജസ്റ്റ്
എന്താണ് ശരിക്കും നോർമലി നമ്മുടെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്? ഏറ്റവും പ്രായമായ ആളാണ് ഏറ്റവും മോശം അവസ്ഥയിൽ ഉണ്ടാവുക അല്ലേ? പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്നാണ് രാജാവ് ചോദിക്കുന്നത്. യുവർ ഐസ് ആർ ബ്രൈറ്റ്, നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. യുവർ ടീത്ത് സൗണ്ട്, നിങ്ങൾക്ക് നല്ല പല്ലുകളുണ്ട്. ആൻഡ് യുവർ സ്പീച്ച് ക്ലിയർ, നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാം. ആൻഡ് പ്ലസൻറ്റ് ടു ദ ഇയർ, അപ്പോൾ ചെവിയും അതായത് കേൾവി ശക്തിയും നിങ്ങൾക്ക് നല്ല പോലെ ഉണ്ട്. ഹൗ ഹാവ് ദീസ് തിങ്സ് കം ഔട്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. കാരണം എന്താണ്, രാജാവിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത് ആരാണ്? ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. പക്ഷേ ഏറ്റവും മോശം അവസ്ഥയിലുള്ളത് ഗ്രാൻഡ് സൺ ആണ്. ഏറ്റവും നല്ല അവസ്ഥയിലുള്ളത് ഏറ്റവും ഓൾഡർ ജനറേഷനുമാണ് ഇവരുടെ കാര്യം എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ എന്നാണ് രാജാവിൻ്റെ സംശയം. ആൻഡ് ദ ഓൾഡ് മാൻ ആൻസേർഡ്, അപ്പം ഓൾഡ് മാൻ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ദീസ് തിങ്സ് ആർ സോ, ഇതിങ്ങനെയൊക്കെയാണ്. ബിക്കോസ് മെൻ ഹാവ് സീസ്ഡ് ടു ലീവ് ബൈ ദെയർ ഓൺ ലേബർ, അവരവരുടെ അധ്വാനം കൊണ്ട് മുൻപോട്ട് ജീവിക്കുക എന്നുള്ളത് ആളുകൾ നിർത്തി. സീസ്ഡ് മീൻസ് ഇവിടെ സ്റ്റോപ്പ് എന്നാണ്. ആൻഡ് ഹാവ് ടേക്കൺ ടു ഡിപ്പെൻഡ് ഓൺ ദ ലേബർ ഓഫ് അതേഴ്സ്, എന്നിട്ട് മറ്റുള്ളവരുടെ അധ്വാനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ? നമ്മളിപ്പം സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെയാണോ യൂസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ മറ്റുള്ളവരുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം മറ്റുള്ളവരുടെ ലേബർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. സ്വന്തമായിട്ട് അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം ആണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു വഴി എന്ന് കണ്ടെത്തിയാണ് ഇപ്പോഴത്തെ തലമുറ ജീവിക്കുന്നത് അല്ലേ? സ്വന്തമായിട്ടുണ്ടാക്കിയ ധാന്യമോ പച്ചക്കറിയോ ഒന്നും അല്ല നമ്മൾ കഴിക്കുന്നത്, മറ്റുള്ളവരുണ്ടാക്കിയതിൻ്റെ പങ്ക് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ഓൾഡൻ ടൈംസ് മെൻ ലീവ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ, അതായത് പണ്ട് കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നത് ദൈവത്തിൻ്റെ നിയമപ്രകാരമാണ്. ഗോഡ്സ് ലോ, ദൈവത്തിൻ്റെ നിയമപ്രകാരമാണ് ജീവിച്ചിരുന്നത്. അതായത് അധ്വാനിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിയമം. ഓക്കെ. They had what was their own and coveted not what others had produced. അവർ സ്വന്തമായിട്ട് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുകയാണ് ചെയ്യുക. മറ്റുള്ളവർക്ക് എന്താണോ ഉള്ളത് അത് കൊതിച്ചിരിക്കാറില്ല. കവേർട്ടഡ് നോട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ പ്രതീക്ഷിച്ചല്ല നമ്മളത് കൊതിച്ചിരിക്കുക, അങ്ങനെ ചെയ്യാറില്ല. സ്വന്തമായിട്ട് അവരുണ്ടാക്കുകയാണ് ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ടുള്ള ആളുകൾ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ലെസൺ ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കണം. നമുക്ക് എന്ത് വേണമെങ്കിലും മറ്റുള്ളവരുടെ അധ്വാനത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും നമ്മൾ ഇരിക്കരുത് എന്നുള്ള കാര്യം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.